കേരളത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ മുന്നണി കഴിഞ്ഞ 8 തെരഞ്ഞെടുപ്പുകളിൽ ഒരു മണ്ഡലത്തിൽ ജയിക്കുന്നത് എതിർമുന്നണിയാണ്. ആ സീറ്റൊന്ന് പിടിച്ചടക്കണം, അവിടെ ജയിക്കണം. പണ്ട് അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഒന്നുകൂടെ ജയിക്കണം എന്ന് ആ മുന്നണിക്ക് ഒരു തോന്നലുണ്ടാവുന്നതിൽ തെറ്റില്ലല്ലോ. അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ പാർട്ടിയിൽ അവിടെ മത്സരിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചു. കയ്യിൽ 4 കാശും അല്പം തടിമിടുക്കുമുള്ള ഒരാൾ വേണമല്ലോ. അങ്ങനെ ഒരാളെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കുന്നു. ആദ്യത്തെ തവണ ജയിക്കുന്നു. 11,500 വോട്ടിന്റെ ഭൂരിപക്ഷവും കിട്ടി. മോശമല്ല, നല്ലൊരു ഭൂരിപക്ഷമാണ് കേരളത്തിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ. 2ാം തവണയും ജയിച്ചു. പക്ഷേ ഭൂരിപക്ഷം 2,700 വോട്ട് മാത്രമാണ്. എങ്കിലും ജയിച്ച പുള്ളിക്കാരൻ വിചാരിച്ചു താനൊരു വലിയ പപ്പുള്ളയാണെന്ന്.